ബഹുവന്യരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ നബിദിനാഘോഷ വേദിയിൽ ഞാനൊരു കൊച്ചു കഥ പറയാം. നമ്മൾ ചെയ്യുന്ന ചെറിയൊരു നല്ല കാര്യം മതി ഒരു പക്ഷേ നമ്മുടെ ജീവിതം തന്നെ മാറിമറിയാം. അത്തരമൊരു മനോഹരമായ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുന്നത്. ഒരു നന്മയും ചെറുതല്ല. ഒരിക്കൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അനുചരന്മാർക്ക് ഒരു കഥ പറഞ്ഞു കൊടുത്തു. ജീവിതത്തിൽ വലിയ പാഠങ്ങൾ പകർന്നു നൽകിയ ഒന്നായിരുന്നു അത്. അങ്ങ് ദൂരെ വിജനമായ ഒരു മരുഭൂമി. ആ മണലാരണ്യത്തിന് നടുവിൽ പച്ചപ്പുള്ള ഒരു ചെറിയ പ്രദേശം, ഒരു മരുപ്പച്ച. അവിടെ തണുത്തുറഞ്ഞ നല്ല തെളിനീരുള്ള ഒരു കിണറുണ്ടായിരുന്നു. ആ കിണറിന് ചുറ്റും ഒരു നായ ദാഹിച്ചു വലഞ്ഞ് ഓടി നടക്കുന്നുണ്ടായിരുന്നു. കടുത്ത ചൂടിൽ നാക്ക് പുറത്തേക്കിട്ട് അത് കിതച്ചു. ദാഹം കാരണം അതിൻ്റെ തൊണ്ട വരണ്ടുണങ്ങിയിരുന്നു. ആരെങ്കിലും തനിക്കൊരു തുള്ളി വെള്ളം തരുമോ എന്ന് നോക്കി അത് ദയനീയമായി നിന്നു. പക്ഷേ അവിടെ അതിനെ സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ചീത്ത സ്വഭാവക്കാരിയായ ഒരു സ്ത്രീ അങ്ങോട്ട് വരുന്നത്. ആളുകൾ അവളെ ഒരു നല്ല സ്ത്രീയല്ലായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ ദാഹിച്ചു വലയുന്ന ആ നായയെ കണ്ടപ്പോൾ അവളുടെ മനസ്സിൽ എവിടെയോ ഒരു കാരുണ്യം തോന്നി, ഒരു അലിവ് തോന്നി. അവൾ ഉടനെ തന്നെ തൻ്റെ കാലിലെ ഷൂ അഴിച്ചെടുത്തു. തൻ്റെ വസ്ത്രത്തിലെ ഒരു വള്ളി കൊണ്ട് അവൾ ആ ഷൂസ് കെട്ടിപ്പൂട്ടി കിണറ്റിലേക്കിറക്കി. അതിൽ കിണറ്റിലെ നല്ല തണുത്ത വെള്ളം കോരിയെടുത്തു. എന്നിട്ട് അവൾ ആ വെള്ളം ആ പാവം നായക്ക് കുടിക്കാൻ കൊടുത്തു. നാക്ക് നീട്ടി ആർത്തിയോടെ വെള്ളം കുടിച്ച ആ നായക്ക് അതോടെ വലിയ ആശ്വാസമായി. തൻ്റെ ദാഹം മാറിയ സന്തോഷത്തിൽ ആ ജീവൻ രക്ഷപ്പെട്ടപ്പോൾ ആ സ്ത്രീക്കും മനസ്സിൽ വല്ലാത്തൊരു സമാധാനം തോന്നി. കാലങ്ങൾ കുറച്ച് കടന്നുപോയി. ഒടുവിൽ ആ സ്ത്രീ മരണപ്പെട്ടു. പക്ഷേ പിന്നീട് അവൾ സ്വർഗത്തിലാണ് എത്തിയത്. അവൾ ചെയ്ത ഒരു ചെറിയൊരു നന്മ, ദാഹിച്ചൊരു മൃഗത്തോട് കാണിച്ച ആ വലിയ കാരുണ്യം അവളെ സ്വർഗത്തിന് അർഹയാക്കി മാറ്റുകയായിരുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ ചെയ്യുന്ന ഒരു നന്മയും ചെറുതല്ല. നമ്മളെക്കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ പോലും മറ്റൊരാൾക്ക് വലിയൊരു ജീവനായിരിക്കാം. അത് ഒടുവിൽ നമ്മെ തേടിയെത്തുക വലിയൊരു അനുഗ്രഹമായിട്ടായിരിക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്ത് നാം ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള ആളുകൾക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ നാഥൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.